നമസ്കാരം. സിനിമാ നോട്ടത്തിന്റെ പുതിയ ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ലക്കത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ അടുത്ത് ഇന്ത്യ കണ്ട നമ്മളെ ആകെ വല്ലാതെ ത്രസിപ്പിച്ച ഒരു ജനാധിപത്യ സമരം ഉണ്ടായിരുന്നു. ഡൽഹി ജന്തർ മന്ദറിൽ ഒരു കൂട്ടം പാറ്റകൾ നടത്തിയത്. ഈ സമരം ഇന്ത്യ ഒട്ടാകെ അലയടിച്ചിരുന്നു. അവർക്ക് കൃത്യമായി അതിന്റെ ഫലം കിട്ടുകയും ചെയ്തു. ഈ സമരത്തോട് യുവാക്കളുടെ അടിസ്ഥാന അവകാശത്തിന് വേണ്ടിയുള്ള ഈ ഒരു പ്രതിഷേധത്തോട് എങ്ങനെയാണ് സിനിമാ ലോകം പ്രതികരിച്ചത്? നമ്മളൊക്കെ ആരാധിക്കുന്ന സെലിബ്രിറ്റികൾ, സിനിമാ താരങ്ങൾ, ക്യാമറയ്ക്ക് പിന്നിലുള്ളവർ, ഇവരെല്ലാം ചേർന്ന് ആ സിനിമാ ലോകം ഈ സമരത്തോടെടുത്ത നിലപാട് എന്തായിരുന്നു? ഇതാണ് ഈ ലക്കത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്ത്യൻ സിനിമാ ലോകത്ത് നിന്ന് ഈ സമരത്തെ പിന്തുണച്ചവർ ആരൊക്കെയായിരുന്നു? പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്ന ചില പേരുകൾ: പ്രകാശ് രാജ്, നസ്രുദ്ദീൻ ഷാ, ഷബാന ആസ്മി, അഭയ് ഡിയോൾ, സോനാക്ഷി സിൻഹ, സംവിധായകൻ പാ രഞ്ജിത്ത്, ദിയ മിർസ, ഇമ്രാൻ ഖാൻ, വിശാൽ ദദ്ലാനി, ഇങ്ങനെ കുറെ അധികം പേരെ നമ്മൾ ബോളിവുഡിൽ നിന്നും മറ്റു പല സിനിമ ഇൻഡസ്ട്രികളിൽ നിന്നും കണ്ടിരുന്നു. ഇവർ വളരെ ശക്തമായ പിന്തുണ തന്നെ ഈ സമരത്തിന് നൽകുകയും ചെയ്തു. മലയാള സിനിമയിൽ നിന്ന് സമരത്തെ പിന്തുണച്ചവർ ടോവിനോ തോമസ്, അതുപോലെ വിസ്മയ മോഹൻലാൽ. മോഹൻലാൽ ഒന്നും പ്രതികരിച്ചില്ലെങ്കിലും മോഹൻലാലിന്റെ മകൾ വിസ്മയം ശക്തമായിട്ട് തന്നെ പ്രതികരിച്ചു. അതുപോലെ സംവിധായകൻ ആഷിഖ് കപൂർ, താരങ്ങളായിട്ടുള്ള നെസ്ലിൻ, മാത്യൂസ്, കുഞ്ചാക്കോ ബോബൻ, അവതാരിക രഞ്ജിനി ഹരിദാസ്, അതുപോലെ തന്നെ ദുൽഖർ സൽമാൻ, മമ്മൂട്ടി, ആസിഫ് അലി, അതുപോലെ തന്നെ പാർവതി, ചന്തു സലീം കുമാർ, ഇവരെല്ലാം പ്രതികരിച്ചു. അതിൽ തന്നെ മമ്മൂട്ടിയുടെ പോസ്റ്റ് ചെറിയ രീതിയിൽ വിമർശിക്കപ്പെട്ടിരുന്നു. മമ്മൂട്ടി ഡയറക്റ്റ് ആയിട്ട് വേണ്ട രീതിയിൽ വിമർശിക്കേണ്ടവരെ വിമർശിച്ചില്ല എന്ന് പലരും സോഷ്യൽ മീഡിയയിൽ മമ്മൂട്ടിയുടെ പോസ്റ്റിന് താഴെ കമന്റ് ഇട്ടിരുന്നു. ഇതിൽ ശ്രദ്ധേയമായ ഒരു പ്രതികരണം വന്നത് നടൻ ഓമി വൈദ്യയുടേതാണ്. ഓമി വൈദ്യയാണ് പ്രശസ്തമായ 3 ഇഡിയറ്റ്സ് എന്ന സിനിമയിലെ ചതുർ എന്ന കഥാപാത്രം ചെയ്തത്. ഈ 3 ഇഡിയറ്റ്സിന്റെ കഥ ഈ പറ്റ സമരത്തിലെ ഒരു പ്രധാന പങ്കുവഹിച്ച, അതിന്റെ മുൻനിരയിൽ നിന്ന സോനം വാങ്ചൂക്കിന്റെ ജീവിതത്തെ അടിസ്ഥാനപ്പെടുത്തിയാണെന്ന് പറയാറുണ്ട്. അത് പൂർണ്ണമായും അങ്ങനെ അല്ലെങ്കിൽ പോലും തീർച്ചയായും അതിൽ നിന്ന് ഇൻസ്പയർഡ് ചെയ്തു തന്നെയാണ്. അങ്ങനെയുള്ള ആ ഒരു സാഹചര്യത്തിൽ 3 ഇഡിയറ്റ്സിലെ നായക കഥാപാത്രത്തെ ചെയ്ത ആമിർ ഖാൻ ഈ വിഷയത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ലണ്ടനിൽ നടന്ന ഒരു പരിപാടിയിൽ ഇതിനെക്കുറിച്ചൊരു ചോദ്യം വന്നപ്പോൾ 3 ഇഡിയറ്റ്സ് സോനം വാങ്ചുക്കിന്റെ കഥയല്ല എന്നും മാത്രം പറഞ്ഞ് ആമിർ ഖാൻ തൽക്കാലത്തേക്ക് തടിതപ്പാണ് ഉണ്ടായത്. എന്നാൽ ആ ചിത്രത്തിൽ ഏതാണ്ടൊരു ഒരു ഫണ്ണി, ഒരു വില്ലൻ സ്വഭാവമുള്ള കഥാപാത്രം ചെയ്ത ചതുർ ചെയ്ത ഓമി വൈദ്യ ശക്തമായി പ്രതികരിക്കുകയും ചെയ്തു. അപ്പൊ ആരാണ് നായകൻ, ആരാണ് വില്ലൻ, ആര് പറയുന്നതാണ് ശരി, ആര് പറയുന്നതാണ് മണ്ടത്തരം? ഇത്തരം കുറച്ച് ചോദ്യങ്ങൾ ഇന്ത്യൻ സിനിമാ പ്രേക്ഷകരുടെ മനസ്സിലൂടെ കടന്നുപോയ കുറച്ച് ദിവസങ്ങൾ കൂടിയാണ് നമ്മൾ കണ്ടത്. ഇന്ത്യൻ സിനിമാ ലോകം പണ്ട് ഇങ്ങനെ ആയിരുന്നില്ല. രാജ്യത്തെ ബാധിക്കുന്ന എന്ത് വിഷയമുണ്ടായാലും ഉടനടി പ്രതികരിക്കുന്നവരായിരുന്നു അവർ. കൃത്യമായ നിലപാടുകൾ അവരെടുത്തിരുന്നു. ഉദാഹരണത്തിന് UPA സർക്കാർ ഭരിക്കുന്ന സമയത്ത്, അന്നാണെങ്കിൽ ട്വിറ്ററൊക്കെ ഇന്ത്യക്കാർക്കിടയിൽ പോപ്പുലറായി തുടങ്ങുന്ന ഒരു സമയമാണ്. അമിതാഭ് ബച്ചൻ, അക്ഷയ് കുമാർ, ഇവരൊക്കെ UPA സർക്കാരിന്റെ പല നടപടികൾക്കും എതിരെ ശക്തമായ ട്വീറ്റുകൾ ഇടുകയും അത് ജനങ്ങൾക്കിടയിൽ വല്ലാത്ത ചർച്ചാ വിഷയമാവുകയും ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് പെട്രോൾ വില, അതുപോലെ നാണയപ്പെരുപ്പം, ഈ വിഷയങ്ങളൊക്കെ അവർ പ്രതികരിക്കുമായിരുന്നു. എന്നാൽ കഴിഞ്ഞ 12 വർഷം കൊണ്ട് എന്താണ് ഇന്ത്യയിൽ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ഈ സെലിബ്രിറ്റികൾ ആരും ഇപ്പോ പ്രതികരിക്കാത്തത്? നമ്മളൊക്കെ ആരാധനയോട് കാണുന്ന പല സൂപ്പർ താരങ്ങളും, സിനിമാ തിയേറ്ററിൽ നമ്മളെല്ലാം വിസ്മയിപ്പിച്ച, ആരാധിപ്പിച്ച, നമ്മളെല്ലാം വളരെ പ്രതീക്ഷയോടെ കാണുന്ന പലരും എന്തുകൊണ്ട് രാജ്യത്തെ വീണ്ടെടുക്കാനുള്ള പല സമരങ്ങളിലും കണ്ണടയ്ക്കും? ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇന്ത്യക്കാരെ വല്ലാതെ അമ്പരിപ്പിക്കുന്ന ഒരു നാളുകൾ കൂടിയാണ്. കുറച്ച് പിന്നോട്ട് പോയാൽ ചില ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരം നമുക്ക് കിട്ടും. എന്തുകൊണ്ട് ഈ ഒരു അവസ്ഥ എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ കുറച്ച് പിന്നോട്ട് പോയാൽ കണ്ടെത്താവുന്ന 2 ഉദാഹരണങ്ങളുണ്ട്. ഒന്ന്, ആമിർ ഖാൻ. പ്രത്യേകിച്ചും PK എന്ന സിനിമ ഇറങ്ങിയ സമയത്ത് ആമിർ ഖാൻ ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിരുന്നു. PK എന്ന ചിത്രത്തിന് ശേഷം ഇന്ത്യയിൽ അതുമായി ബന്ധപ്പെട്ട് നിരവധി അസഹിഷ്ണുതാപരമായ സംഭവങ്ങൾ നടന്നിരുന്നു. തിയേറ്ററുകൾ ആക്രമിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായിരുന്നു.
തെരുവിൽ പ്രതിഷേധമുണ്ടായി. ആ സമയത്ത് ആമിർ ഖാന്റെ അഭിപ്രായം ഉണ്ടായിരുന്നു ഇന്ത്യയിൽ അസഹിഷ്ണുത വല്ലാതെ കൂടുന്നുവെന്ന്. ആമിർ ഖാന്റെ ആ അഭിപ്രായത്തിന് ശേഷം കേന്ദ്ര സർക്കാരിനെ അനുകൂലിക്കുന്നവരും ഭരിക്കുന്ന പാർട്ടിക്കാരും തീവ്ര മതവർഗീയവാദികളും ഇവരെല്ലാവരും ആമിർ ഖാനെതിരെ വലിയൊരു ക്യാമ്പയിൻ നടത്തുകയുണ്ടായി. അതിന്റെ ഭാഗമായി ആമിർ ഖാൻ അദ്ദേഹം ഭാഗമായ സ്നാപ്ഡീലിന്റെ വലിയ എത്രയോ കോടികളുള്ള ഒരു പരസ്യ കരാറിൽ നിന്ന് അദ്ദേഹത്തിന് പിൻവലിയേണ്ടി വന്നു. അതിനുവേണ്ടി ഇവർ വലിയ ക്യാമ്പയിൻ നടത്തിയിരുന്നു. കൂട്ടത്തോടെ സ്നാപ്ഡീൽ ബഹിഷ്കരിക്കാനുള്ള ക്യാമ്പയിനുകൾ ഉണ്ടായിരുന്നു. അവസാനം സഹികെട്ട് അവർ ആമിർ ഖാനുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുകയായിരുന്നു. അതിനുശേഷം ആമിർ ഖാൻ നിശബ്ദനാണ്. ഇതേപോലെ ഷാരൂഖ് ഖാനും ഇടയ്ക്കൊരു അഭിപ്രായം പറഞ്ഞിരുന്നു. ഇന്നത്തെ ഇന്ത്യ പണ്ടത്തെ ഇന്ത്യ ആണോ, അല്ലെങ്കിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു സമൂഹമാവേണ്ടതില്ലേ എന്നുള്ള നിലയ്ക്കുള്ള അഭിപ്രായമായിരുന്നു. ഷാരൂഖ് ഖാനും നിരവധി സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നു. പാകിസ്ഥാനിൽ പോകാനുള്ള ആക്രോശങ്ങൾ ഉണ്ടായി. ഇത്തരത്തിൽ അഭിപ്രായം പറയുന്നവരെ നിമിഷ നേരം കൊണ്ട് മൂടിക്കെട്ടാനുള്ള രീതിയിലുള്ള സംഘടിതമായ ആക്രമണങ്ങളാണ് അന്ന് നടന്നത്. അതിനുശേഷം പൊതുവെ ഇത്തരം താരങ്ങളെല്ലാവരും ഏതാണ്ട് നിശബ്ദമായ ഒരു ജീവിതമാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ സിനിമകളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പല സിനിമകളും അവരുടെ പ്രൊപ്പഗാൻഡ സിനിമകളായി അവരെ ആക്കുന്നു. ഇപ്പൊ ഉദാഹരണത്തിന് ദുരന്തർ പോലെയുള്ള ചിത്രങ്ങൾ, കേരള സ്റ്റോറി, എല്ലാം കൃത്യമായിട്ട് നമുക്കറിയാം അവരുടെ കൃത്യമായിട്ടുള്ള ഒരു പ്രൊപ്പഗാൻഡത്തിന്റെ പുറകിലുണ്ട്. നമ്മുടെ നാഷണൽ അവാർഡ്സ് എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു 10 വർഷത്തേക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ 2015 മികച്ച ചിത്രത്തിനുള്ള അവാർഡ് കിട്ടിയത് ബാഹുബലിക്കാണ്. അതുപോലെ തന്നെ 2017 നാഷണൽ അവാർഡ് എടുക്കുകയാണെങ്കിൽ പ്രിയദർശൻ ജൂറി ചെയർമാൻ ആയിരുന്നു. അതിൽ ആദ്യമായിട്ട് ബെസ്റ്റ് സ്റ്റണ്ട് കൊറിയോഗ്രാഫി എന്നുള്ള ഒരു അവാർഡ് അവർ കൊടുത്തു. അതും കൊടുത്തത് പുലിമുരുകനാണ്. ബെസ്റ്റ് സ്റ്റണ്ട് കൊറിയോഗ്രാഫർ എന്നുള്ളത് പീറ്റർ ഹെയ്ന് പുലിമുരുകൻ എന്ന സിനിമയ്ക്ക് കിട്ടി. അതുപോലെ തന്നെ ആ വർഷം സ്പെഷ്യൽ ജൂറി അവാർഡ് എന്ന പേരിൽ മോഹൻലാലിന്റെ ജനതാ ഗാരേജ്, മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ, പുലിമുരുകൻ, ഈ ചിത്രത്തിനൊക്കെ മോഹൻലാലിന് സ്പെഷ്യൽ ജൂറി മെൻഷനും കിട്ടി. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം നാഷണൽ അവാർഡിന്റെ ഒരു വിലയും അതിന്റെ നിലവാരവും. പക്ഷെ ഇപ്പോ ആർക്കാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, അതിന്റെ നിലവാരം എവിടെ നിൽക്കുന്നു എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. ഇത് ഒരുപാട് ഉദാഹരണങ്ങൾ അവാർഡ് പുഷ്പയ്ക്ക് കിട്ടുന്നു. അതെ, അതുപോലെ ആർട്ടിക്കിൾ 370 പോലെ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയോടുകൂടി ഇറക്കുന്ന ചിത്രങ്ങൾക്ക് പുരസ്കാരങ്ങൾ കിട്ടുന്നു. മമ്മൂട്ടിയുടെ ഒപ്പം കാർത്തിക് ആര്യന്, അത് വളരെ സാധാരണ ഒരു ബോളിവുഡ് പ്രകടനം നടത്തിയ ചിത്രത്തിന് മമ്മൂട്ടിയുടെ ഒപ്പം അവാർഡ് കൊടുക്കുന്നു. അപ്പൊ ഇത്തരത്തിൽ തങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് തങ്ങളുടെ ആശയങ്ങൾ മാത്രം പ്രചരിപ്പിക്കുന്നവർക്ക് ഇവർക്ക് കൊടുക്കുന്ന ഒന്നായി ചലച്ചിത്ര പുരസ്കാരങ്ങളും മാറിയിട്ടുണ്ട്. ഈ 2017 തന്നെ മറ്റൊരു പ്രിയദർശൻ ചെയർമാൻ ആയിട്ടുള്ളതിൽ മറ്റൊരു കാര്യം, ബെസ്റ്റ് ഫിലിം ഫ്രണ്ട്ലി സ്റ്റേറ്റ് ആയിട്ട് അവർ UP ആണ് തെരഞ്ഞെടുത്തത്. ബെസ്റ്റ് ഫിലിം ഫ്രണ്ട്ലി സ്റ്റേറ്റ് 2017 UP ആണ് തെരഞ്ഞെടുത്തത്. അപ്പൊ തന്നെ നമുക്ക് അറിയാലോ അതിന്റെ ഒരു അവരെ എത്രത്തോളം. ഇതിലൊക്കെ കൃത്യമായ രാഷ്ട്രീയ ചൊവ്വയോടുകൂടി മാത്രമുള്ള പുരസ്കാരങ്ങളായിട്ട് മാറ്റിയിട്ടുണ്ട്. ഈ അവാർഡുകളുടെ കാര്യമൊക്കെ പറഞ്ഞു, അതിൽ തന്നെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു സിനിമയ്ക്ക് അവാർഡ് കൊടുത്തത് ഒരു വിഷം തുപ്പുന്ന ഒരു ചിത്രം. കേരളം മുഴുവൻ ഒന്നടങ്കം അതിനെ എതിർത്താണ്. 2025 ബെസ്റ്റ് ഡയറക്ഷനും അതുപോലെ ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫിക്കും കേരള സ്റ്റോറിക്ക് ഇവർ അവാർഡ് കൊടുത്തു. അപ്പൊ തന്നെ നമുക്ക് ഇവരുടെ അജണ്ടയെ പ്രൊപ്പഗാൻഡയെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതേപോലെ ഇന്ത്യയുടെ അഭിമാനമായിരുന്ന IFFI എന്ന ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിനെയും ഇത്തരത്തിൽ തങ്ങളുടെ അജണ്ടകൾ പ്രചരിപ്പിക്കാനും തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുടെ സിനിമ പ്രദർശിപ്പിക്കാനും അവാർഡുകൾ കൊടുക്കാനുമുള്ള ഒരു വേദിയാക്കി മാറ്റിയിരുന്നു. ഇതിലെ ഏറ്റവും നാണം കെട്ട ഒരു എപ്പിസോഡ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ സംവിധായകനായിട്ടുള്ള നദാവ് ലാപ്പിഡ്, അദ്ദേഹം ജൂറി ചെയർമാൻ ആയിരുന്ന ആ വർഷം കാശ്മീർ ഫയൽസ് എന്ന തീവ്ര വർഗീയ അജണ്ട പ്രൊപ്പഗാൻഡ പടം വന്നിരുന്നു. അത് ഇവർ ഈ ജൂറിയോട് കാണാൻ പറയുകയും അതിന് പുരസ്കാരം നൽകാനുള്ള ചില ശ്രമങ്ങൾ നടന്ന സമയത്ത് അദ്ദേഹം ആ ഫെസ്റ്റിന് ശേഷം താൻ നേരിട്ട അനുഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇത്രയ്ക്കും നിലവാരം കുറഞ്ഞ ഒരു പ്രൊപ്പഗാൻഡ ചിത്രമൊക്കെ മത്സര വിഭാഗത്തിൽ അവാർഡിന് വേണ്ടി പരിഗണിച്ചത് ഒരു ചലച്ചിത്രോത്സവത്തെ എത്രത്തോളം നശിപ്പിക്കുന്ന തുല്യമാണെന്നൊക്കെ അന്ന് നദാവ് ലാപ്പിഡ് പറഞ്ഞിരുന്നു. ഒരുപക്ഷെ ഇസ്രായേൽ ഡയറക്ടർ ആയതുകൊണ്ട് മാത്രം അദ്ദേഹത്തെ സെലക്ട് ചെയ്തതായിരിക്കാം. എന്നാൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം ലോകം മുഴുവനും സിനിമാ പ്രവർത്തകർക്കിടയിൽ ചർച്ചയാവുകയും നമുക്കതൊരു വലിയ നാണക്കേടായി മാറുകയും ചെയ്തിരുന്നു. അതുപോലെ ചലച്ചിത്ര സ്ഥാപനങ്ങളുടെ തലപ്പത്ത് ഇവർ നിയമിച്ച ആളുകളെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടെ വ്യക്തമാവും.
പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തലപ്പത്ത് അവരെ നിയമിച്ചത് ഗജേന്ദ്ര ചൗഹാനാണ്. ഗജേന്ദ്ര ചൗഹാൻ ഈ സോഫ്റ്റ് പോൺ സിനിമകളിലൊക്കെ അഭിനയിക്കുന്ന ആളാണ്. അദ്ദേഹത്തെ പിടിച്ച് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തലപ്പത്തേക്ക്. അതുപോലെ തന്നെ കൊൽക്കത്തയിലെ സത്യജിത് റായ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തലപ്പത്ത് സുരേഷ് ഗോപിയെ പ്രതിഷ്ഠിച്ചു. നാഷണൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ചെയർപേഴ്സണായിട്ട് നടൻ കൃഷ്ണകുമാറിനെ നിയമിച്ചു. ഇതിൽ നിന്നെല്ലാം വ്യക്തമാണ് അവർക്ക് വേണ്ട ആളുകളെ, അവർക്ക് താല്പര്യമുള്ള ആളുകളെ മാത്രം സിനിമയിൽ വേണ്ടപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരുത്തി ഒരു നിലവാരവുമില്ലാത്ത ആളുകളെ സ്ഥാപിച്ചുകൊണ്ട് ചലച്ചിത്ര മേഖലയെ അവർ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചുരുക്കത്തിൽ സിനിമാ ലോകം ഏതാണ്ട് പൂർണ്ണമായും കേന്ദ്ര സർക്കാരിന്റെ കൈപ്പിടിയിലായിരിക്കുകയാണ്. അവർക്കെതിരെ എന്ത് സമരം നടന്നാലും എന്ത് പ്രതിഷേധം നടന്നാലും എങ്ങും നിശബ്ദതയാണ്. എവിടെയും ഭയമാണ്. എവിടെ നിന്നാണ് ഈ ഭയം വരുന്നത്? എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഇത്രയധികം ഭയപ്പെട്ട് ജീവിക്കുന്നത്? മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് JNUവിൽ ഇടത് വിദ്യാർത്ഥികൾക്ക് നേരെ തീവ്ര വലതുപക്ഷ ഹിന്ദുത്വ വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ടവർ അതിശക്തമായ ആക്രമണം നടത്തിയിരുന്നു. ഇന്ന് കോക്രോച്ച് സമരത്തിൽ ഉൾപ്പെടെ മുൻനിരയിൽ നിൽക്കുന്ന ഐഷി ഘോഷ് ഉൾപ്പെടെയുള്ള ഒരുപാട് പേർക്ക് അന്ന് മർദ്ദനമേറ്റിരുന്നു. പെൺകുട്ടികളെയൊക്കെ തിരഞ്ഞു പിടിച്ച് മർദ്ദിച്ച ഒരു അവസരമുണ്ടായിരുന്നു. അന്ന് ഇന്ത്യക്കാരെല്ലാവരും ശ്രദ്ധിച്ചൊരു വാർത്തയുണ്ടായിരുന്നു. അന്ന് രാത്രി, ആ സംഭവം നടന്ന അന്ന് രാത്രി ദീപിക പദുകോൺ JNUവിൽ എത്തുകയും ഇവരോടൊപ്പം ഇരുന്ന് ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഒരുപക്ഷെ അടുത്ത കാലത്ത് ബോളിവുഡിൽ നിന്നൊക്കെ ഉണ്ടായ ഏറ്റവും ധീരമായ ഒരു സ്വരമായിരുന്നു. പക്ഷേ പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ ആലോചിച്ചാൽ, ദീപികയ്ക്കെതിരെ നീചമായ ആക്രമണമാണ് നടന്നത്. സൈബർ ബുള്ളിങ് ആയിരുന്നു. റേപ്പ് ത്രെറ്റുകൾ ഉണ്ടായി. അവരുടെ പത്മാവത് എന്ന സിനിമ ബഹിഷ്കരിക്കാനും ആ സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാത്തരം പ്രവർത്തനങ്ങൾക്കും എതിരെ ഭീകരമായ ആക്രമണങ്ങൾ ഉണ്ടായി. ED മുതലായ പല അന്വേഷണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഭീഷണികൾ ഉണ്ടായി. അവസാനം ദീപിക ഉൾപ്പെടെയുള്ള പലരും പിന്നീട് നിശബ്ദരാവുന്നതാണ്. ഈ ഭയം ഭരിക്കുന്ന ഒരു സിനിമാ ലോകമാണ് ദൗർഭാഗ്യവശാൽ ഇന്ന് ഇന്ത്യക്കുള്ളത്. ഇതേപോലെ ഇന്ത്യയിലെ വർഗീയ രാഷ്ട്രീയത്തെ വിമർശിക്കുന്ന പാതാൾ ലോക് എന്ന സീരീസിന്റെ പ്രൊഡ്യൂസർമാരിൽ ഒരാളായതുകൊണ്ട് അനുഷ്ക ശർമ്മയ്ക്ക് നേരെയും അതിഭീകരമായ സൈബർ ആക്രമണം ഉണ്ടായിരുന്നു. അത് ഏറ്റവും രസകരമായ ഒരു കാര്യം, ഒരുപാട് പേർ ആ സംഭവത്തിന് ശേഷം അനുഷ്ക ശർമ്മയോടുള്ള ദേഷ്യം തീർത്തത് അവരുടെ പാർട്ണറായ വിരാട് കോഹ്ലിയുടെ ട്വിറ്ററിലും ഫേസ്ബുക്ക് പോസ്റ്റുകളിലൊക്കെ ചെന്നാണ്. അപ്പൊ അത്രയ്ക്കും പകയോടുകൂടിയാണ് ഈ കൂട്ടർ സിനിമാ മേഖലയിലുള്ളവരുടെ ഓരോ എതിർപ്പിനെയും ഓരോ ചെറിയ ഇഷ്ടക്കേടുകളെ പോലും കാണുന്നത്. ഈ പറഞ്ഞ ഭയവുമായി ബന്ധപ്പെട്ട് അടുത്ത് ചർച്ചയായ ഒരു സംഭവം, ബോളിവുഡ് നടൻ രാജ്കുമാർ റാവു, അദ്ദേഹം ഉൾപ്പെടെ ഒരുപാട് ബോളിവുഡ് താരങ്ങൾ മോദിയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള മോദി മോദി എന്നുള്ളൊരു പാട്ടിൽ അഭിനയിച്ചിരുന്നു. അപ്പൊ ഏതോ ഒരു ആരാധകൻ ആ ചെയ്തത് ശരിയായിരുന്നോ എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചപ്പോൾ സോഷ്യൽ മീഡിയയിൽ രാജ്കുമാർ റാവു നൽകിയ മറുപടിയിൽ ഒരു വാചകം, ഞങ്ങൾ അനുഭവിക്കുന്ന പ്രഷർ എന്നാണ്. അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് ചർച്ചകൾ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ കാണാത്ത, പ്രേക്ഷകർ കാണാത്ത വലിയൊരു പ്രഷർ, ഒരു സമ്മർദ്ദം സിനിമാ ലോകത്തിന് മുകളിലുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം നല്ലൊരു ശതമാനം സിനിമാ താരങ്ങളും സിനിമാ പ്രവർത്തകരും എന്തിനേക്കോ ഭയന്നുകൊണ്ട്, ഈ സമ്മർദ്ദത്തെ ഭയന്നുകൊണ്ട് നിശബ്ദരായിരിക്കുന്നത്. ഹരി പറഞ്ഞ പോലെ ഈ ഭയത്തിന്റെ തുടർച്ച കേരളത്തിൽ നോക്കുകയാണെങ്കിൽ എമ്പുരാൻ എന്ന ചിത്രം അത് റിലീസ് ചെയ്ത സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഇവരുണ്ടാക്കി. ഇവർക്ക് അസഹിഷ്ണുതയായിരുന്നു ആ ചിത്രത്തിലെ തുടക്കത്തിലെ ഒരു സീൻ, ചരിത്രപ്രധാനമുള്ള ഒരു സംഭവത്തെ കാണിച്ചപ്പോ അത് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലായി അവരെയാണ് ഉദ്ദേശിച്ചത് എന്ന്. എന്നിട്ട് അതിനുശേഷം സെൻസർ ബോർഡ് പറയാതെ തന്നെ ആ സീൻ കട്ട് ചെയ്യാൻ ഇവര് നിർബന്ധിതരാവുകയാണ് ചെയ്തത്. ഇതിലെ പ്രധാനപ്പെട്ട നടനായിട്ടുള്ള മോഹൻലാല് അതിനെതിരെ ഒന്നും പറഞ്ഞില്ല. മാത്രമല്ല അതിന്റെ സംവിധായകനായിട്ടുള്ള പൃഥ്വിരാജിനെ എല്ലാവരും മുമ്പിൽ ഇട്ടുകൊടുത്ത പോലെയാണ് ചെയ്തത്. ഒരു പ്രതികരണം മോഹൻലാലിനെതിരെ വലിയൊരു സൈബർ ആക്രമണം നടന്നിരുന്നു എന്നുള്ളതാണ്. അതെ, മോഹൻലാലിനെതിരെ സൈബർ ആക്രമണം നടന്നു. അപ്പോ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് കേരളത്തിലും മോളിവുഡിലും ഈ ശക്തികൾ അവരുടെ സ്ഥാനം ഉറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. വളരെ ദൗർഭാഗ്യകരമായ ഒരു കാര്യം, സിനിമാ മേഖലയിലെ പലരും ഇപ്പോഴും കരുതുന്നത് രാഷ്ട്രീയം തങ്ങളുടെ തലയ്ക്ക് മുകളിലൂടെ പോകുന്ന എന്തോ ഒരു സംഭവമാണ്.
തങ്ങൾ കലാകാരന്മാരും കലാകാരികളും ഇതിൽ ഇടപെടേണ്ട കാര്യമേ ഇല്ല എന്നുമാണ്. വല്ലാതെ വിഷമിപ്പിച്ച ഒരു സംഭവം ഒരു 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 റീല് കാണുകയുണ്ടായി. ബോളിവുഡിലെ ഇന്നത്തെ പ്രധാനപ്പെട്ട നടന്മാരിൽ ഒരാളായ ദിൽജിത്ത് ദൊസാഞ്ച് അദ്ദേഹം ഒരു ആരാധകന്റെ ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ കോക്രോച്ച് സമരത്തിൽ പ്രതികരിക്കാത്തെന്ന് മറ്റായിരുന്നു ചോദ്യം. ദിൽജിത്തിന്റെ അഭിപ്രായം ഐ എം എൻ ആർട്ടിസ്റ്റ് ബ്രോ എന്നാണ്. പിന്നീട് ഒരുപാട് പേര് ഇതിനെ വിമർശിച്ചിരുന്നു. എനിക്ക് തോന്നുന്നു സോനാക്ഷിയെ പോലുള്ള ബോളിവുഡ് താരങ്ങൾ തന്നെ ഈ ഒരു അഭിപ്രായത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു. നോക്കൂ, രാജ്യം കത്തിക്കൊണ്ടിരിക്കുമ്പോൾ, രാജ്യത്തിന്റെ ഭാവി തുലാസിലായിരിക്കുന്ന സമയത്ത് നിങ്ങളൊരു ആർട്ടിസ്റ്റ് ആണ്, എനിക്കതിൽ അഭിപ്രായമില്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചു വർഷം പിന്നോട്ട് പോകേണ്ടി വരും. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ലോകത്തെ ഏറ്റവും നല്ല സിനിമകൾ എടുത്തുകൊണ്ടിരുന്ന ഇറ്റലി പിന്നീട് ഒരു സിനിമ പോലും എടുക്കാൻ പറ്റാത്ത തരത്തിൽ അവരുടെ സ്റ്റുഡിയോകൾ മൊത്തം വെറുപ്പിന്റെ ശക്തികൾ ഉണ്ടാക്കിയ ആ യുദ്ധത്തിന്റെ ഭാഗമായി, മുസോളിനിയും ഹിറ്റ്ലറും ചേർന്നുണ്ടാക്കിയ യുദ്ധത്തിന്റെ ഭാഗമായി ഇറ്റലി പൂർണ്ണമായും തകരുകയും അവിടെ സിനിമയെ ഇല്ലാതാവുകയും ചെയ്തു. പിന്നെ കാലങ്ങൾക്ക് ശേഷമാണ് അവിടെ ഇറ്റാലിയൻ നിയോ റിയലിസം എന്നൊരു പുതിയ മൂവ്മെന്റ് തന്നെ വന്നത്. അപ്പോ വെറുപ്പിന്റെ രാഷ്ട്രീയം, രാജ്യത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, ഇതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് ഏതെങ്കിലും താരങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് തികച്ചും തെറ്റായതും തികച്ചും അബദ്ധജടിലവുമായ ഒരു നിലപാടാണെന്ന് തന്നെ പറയേണ്ടി വരും. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള പേർലി മാണി, ചലച്ചിത്ര താരവും കൂടെയാണ്. പേർലി മാണിയുടെ പോസ്റ്റിന് ഒരുപാട് വിമർശനം ഉണ്ടായിരുന്നു. അപ്പം ആ പോസ്റ്റ് സൂചിപ്പിക്കുന്നത് ഒരു മധ്യവർഗ സേഫ് സോൺ രാഷ്ട്രീയമാണ്. അതായത് നമ്മളെ കാര്യം നോക്കി നിങ്ങൾ ജീവിക്കുക, ഞാൻ പണിയെടുത്താൽ ഞാൻ കഴിക്കാമെന്നുള്ള ഒരു അരാഷ്ട്രീയമായിട്ടുള്ള ഒരു ഇതാണ് അവർ പറയാൻ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ ഈ കോർപ്പറേറ്റ് ലോകത്തെ അല്ലെങ്കിൽ കോർപ്പറേറ്റ്സിന് ഇതാണ് ആവശ്യം. സ്വന്തം കാര്യം നോക്കി സെൽഫിഷ് ആയിട്ട് ജീവിക്കണം, മറ്റു കാര്യങ്ങളിൽ ഇടപെടരുത്. അപ്പൊ ഇവരിപ്പോ അനുഭവിക്കുന്ന ഈ പ്രിവിലേജ് ഇതിനു മുൻപ് ഒരുപാട് ആളുകൾ സമരം ചെയ്ത് നേടിയെടുത്താണെന്നുള്ള തിരിച്ചറിവും ഇവർക്ക് ഇല്ലാതെ പോകുന്നത് വളരെ ദയനീയമായ ഒരു കാര്യം. മറ്റൊരു തമാശ, ഇവർ സ്വയം വിശേഷിപ്പിക്കുന്നത് ഇൻഫ്ലുവൻസർ എന്നുകൂടിയാണ്. കുറെ ട്രോളുകൾ കണ്ടിരുന്നു. അതിൽ രസകരമായി തോന്നിയ ഒരു ട്രോള്, ഗാന്ധിജി നെഹ്റു ഒക്കെ സമരം ചെയ്യുന്ന സമയത്ത് പേർലി മാണി പോയി അവരോട് പറയുന്നു, നിങ്ങൾക്ക് കുറെ പണിയൊന്നുമില്ലേ ഇവർക്കെതിരെ സമരം ചെയ്യാനായിട്ട്, വീട്ടിലേക്ക് ചെല്ലൂ, ലൈഫ് ചില്ല് ചെയ്യൂ എന്നൊക്കെയുള്ള ചില അഭിപ്രായം അല്ലെങ്കിൽ ചില നിർദ്ദേശം കൊടുക്കുന്ന ഇൻഫ്ലുവൻസർമാരുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതും ഇന്നത്തെ ഇന്ത്യ നേരിടുന്ന ഒരു ദുരവസ്ഥ തന്നെയാണ്. നാട്ടിൽ നടക്കുന്ന ഓരോ സംഭവത്തിനും സിനിമാ താരങ്ങൾ അഭിപ്രായം പറഞ്ഞേ തീരൂ എന്ന് ശഠിക്കുന്നതിലൊന്നും കാര്യമില്ല. അത് അവരുടെ ഇഷ്ടമാണ്, അവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ ഒരു കാലത്ത് സധൈര്യം അഭിപ്രായം പറഞ്ഞ പലരും എന്തൊക്കെയോ ഭയങ്ങൾ കൊണ്ട് അഭിപ്രായം പറയാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് മാറേണ്ടതാണ്. പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അതായത് ഭയപ്പെട്ടിരിക്കുന്നവരും അല്ലെങ്കിൽ സ്വാർത്ഥമതികളുമായിട്ടുള്ള ഒരുപാട് പേരുടെ ഇടയിൽ തങ്ങളുടെ സിനിമയിലെ അല്ലെങ്കിൽ തങ്ങളുടെ കരിയറിലെ പല നേട്ടങ്ങളും വേണ്ടെന്ന് വെച്ചും ഭരിക്കുന്ന പാർട്ടിയുടെ ഈ അതോറിറ്റേറിയൻ നയങ്ങൾക്കെതിരെ അതിശക്തമായി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. പ്രകാശ് രാജ്, നമ്മുടെ അയൽ സംസ്ഥാനക്കാരനായ പ്രകാശ് രാജിനേക്കാളും നല്ലൊരു ഉദാഹരണം അതിലില്ലെന്ന് തന്നെ പറയാം. അങ്ങനെയുള്ള കുറച്ചാൾക്കാർ നമുക്കിടയിലുണ്ട്. അവര് അഭിപ്രായം പറയുന്നുണ്ട്, അവര് പോരാടുന്നുണ്ട്. സിനിമാ ലോകത്ത് ശബ്ദമുള്ളവരുണ്ട് എന്ന ഒരു പ്രതീക്ഷ നമുക്ക് തരുന്നത് അവരാണ്. അതുകൊണ്ട് ആ ഒരു നല്ല കാഴ്ച കൂടുതൽ പ്രകാശം നിറഞ്ഞ ഒരു ഭാവിയിലേക്ക് നമ്മളെ നയിക്കുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത്ര സമരങ്ങൾ വരട്ടെ, സിനിമാ ലോകവും ഭയമില്ലാതെ പ്രതികരിക്കട്ടെ എന്ന് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് സിനിമാ നോട്ടത്തിന്റെ ഈ ഒരു അധ്യായം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ പറയുക. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. നന്ദി.